കൃഷ്ണ ഗുരുവായൂരപ്പ. ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു ചെറിയ കഥയാണ്. അതായത് മഹാവിഷ്ണുവിന് ശാപം കിട്ടിയതിൻ്റെ, മഹാവിഷ്ണുവിന് പല സ്ഥലങ്ങളിൽ നിന്നും ശാപം കിട്ടി. പക്ഷേ ഈ ഒരു ശാപത്തിൻ്റെ പ്രതിഫലനം ഭയങ്കരമായിരുന്നു. അതിന്നും അതിൻ്റെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ ഒരു കഥയാണ്. അതായത് ദേവേന്ദ്രൻ അഹങ്കാരം കൂടിയപ്പോൾ ത്രിമൂർത്തികൾക്ക് തുല്യനാണ് താൻ എന്ന് അഹങ്കരിച്ചു. അങ്ങനെ ആ അവസരത്തിൽ അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് ഈ അഹങ്കാരമൊക്കെ ഉണ്ടാവും. എന്നിട്ട് അതൊക്കെ തീർത്തു കൊടുക്കേണ്ടത് ഈ ത്രിമൂർത്തികൾ തന്നെ. മഹാദേവനെ തോൽപ്പിച്ച് കൈലാസം കൈയടക്കാൻ തീരുമാനിച്ചു. അങ്ങനെ മഹാദേവനെ തോൽപ്പിക്കാനായിട്ട് ചെന്നു. ആ ചെന്ന സമയത്ത് ശിവഭഗവാൻ ഇതറിഞ്ഞു. ഇന്ദ്രൻ്റെ വരവ് മുൻകൂട്ടി കണ്ടു. അപ്പോൾ ഒരു ചെറിയ ബാലൻ്റെ വേഷത്തിൽ ആ ദ്വാരപാലകനായിട്ട് അങ്ങനെ നിന്നു. അങ്ങനെ ഇന്ദ്രൻ ചെന്നിട്ട് ആ ഗോപുരവാതിൽ തുറക്കാൻ പറഞ്ഞപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഇന്ദ്രൻ, ഇത് ചെറിയ ചെക്കനല്ലേ, അപ്പോൾ അവനെ തോൽപ്പിക്കാൻ ഒരു പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ ആക്രമിക്കാൻ തുടങ്ങി. വെറും ഒരു ദ്വാരപാലകനായ കുട്ടിക്ക് ഇത്രയേറെ ശക്തിയോ, ഇത് എന്താ ഇപ്പോൾ അതിലൊരു മായ എന്ന് വെച്ചിട്ട് പിന്നെയാണ് അപ്പോഴേക്കും അഹങ്കാരത്തിൻ്റെ ആ പത്തി താന്നു തുടങ്ങി. അപ്പോൾ ഇത് ശിവഭഗവാനാണെന്ന് മനസ്സിലാക്കിയ ഇന്ദ്രൻ ആ തെറ്റ് മനസ്സിലാക്കിയ ഭഗവാനോട് ക്ഷമിക്കാൻ വേണ്ടി പറഞ്ഞ് കാൽക്കൽ വീണു. പക്ഷെ അപ്പോഴേക്കും ശിവന് കോപം വന്നു. ഉടൻ തന്നെ തൻ്റെ തൃക്കണ്ണ് തുറന്നപ്പോൾ തന്നെ ഇന്ദ്രനാകെ പേടിയായി. കാരണം തൃക്കണ്ണ് തുറന്നാൽ ഭസ്മീകരിക്കും. അപ്പോൾ വേഗം മഹാദേവൻ്റെ തൃക്കണ്ണിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ ബ്രഹ്മാവിന് വിഷ്ണുവിനെയൊക്കെ കൂട്ടുപിടിച്ചിട്ട് വേഗം ചെന്ന് പ്രാർത്ഥിച്ച് രക്ഷിക്കണേ എന്ന് പറഞ്ഞു. അങ്ങനെ ആ രക്ഷിക്കണേ എന്ന് പറഞ്ഞ സമയത്ത് ബ്രഹ്മാവും വിഷ്ണുവൊക്കെ പാടെ മഹാദേവനോട് പറഞ്ഞപ്പോൾ തൻ്റെ തൃക്കണ്ണിൽ നിന്നും, അതായത് ശിവൻ്റെ തൃക്കണ്ണിൽ നിന്നും വന്ന ആ അഗ്നിയെ ഒരു സാഗരത്തിൽ നിക്ഷേപിച്ചു. ആ സാഗരത്തിൽ നിക്ഷേപിച്ചപ്പോൾ അതൊരു കുഞ്ഞായി. ആ കുഞ്ഞിനെ ബ്രഹ്മദേവൻ എടുത്തു. അപ്പോൾ ജലത്തിൽ നിന്നും ഉണ്ടായതുകൊണ്ട് ആ കുട്ടിക്ക് ജലന്ധരൻ എന്ന പേര് നൽകി. ആ കുഞ്ഞ് അതിബലവനായി വളർന്നു. അസുരന്മാരിൽ ശക്തനായ കാലമേനിയുടെ കൂടെ കൂടി. കാലമേനിക്ക് സുന്ദരിയായ ഒരു പുത്രി ഉണ്ടായിരുന്നു. പേര് വൃന്ദ ഭയങ്കര വിഷ്ണു ഭക്തയായിരുന്നു. അപ്പോൾ ജലന്ധരനെ കൊണ്ട് ആ വൃന്ദയെ വിവാഹം കഴിപ്പിച്ചു. കാരണം നല്ല സുന്ദരിയാണ്. കാലനേമി വിചാരിച്ചത് ജലന്ധരൻ നല്ല ആയോധന കലകളിൽ നിപുണനാണ്, എല്ലാവരും ദേവന്മാരെയൊക്കെ തോൽപ്പിക്കാൻ പ്രാപ്തനാണ്. അപ്പോൾ തൻ്റെ മകളെ അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുത്താൽ വളരെ നല്ല കാര്യമാണല്ലോ. അത് വിചാരിച്ച് ജലന്ധറിന് വൃന്ദയെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. അപ്പോൾ വിഷ്ണുഭക്തിയും വൃന്ദയ്ക്കാണെങ്കിൽ വിഷ്ണുഭക്തി വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ അതിൻ്റെ ഇതും കൂടി ആയപ്പോൾ പാതിവൃത്യമായി. അപ്പോൾ അത് ജലന്ധരൻ അല്ലെങ്കിലേ ബലവാനാണ്. അതിൻ്റെ കൂടെ ജലന്ധരൻക്ക് അതൊരു കവചമായി മാറി വിഷ്ണുഭക്തി. അപ്പോൾ എന്താ വെച്ചാൽ ശിവൻ്റെ ശക്തിയുണ്ട്, വിഷ്ണുവിൻ്റെ ആ ഒരു കവചമായി. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ എവിടെ വേണമെങ്കിൽ എന്തും ചെയ്യാമല്ലോ. അതിനകം ഭൂമിയിലെയും പാതാളമൊക്കെ കീഴടക്കിയ ആൾ. പിന്നെ ദേവലോകം ലക്ഷ്യമിട്ടു ജലന്ധരൻ. അപ്പോൾ തടയാൻ ദേവന്മാർ കുറേ ശ്രമിച്ചു. മഹാദേവനെ അഭയം പ്രാപിച്ചു ലാസ്റ്റ്. അപ്പോൾ തൻ്റെ കോപത്തിൽ നിന്നും ജനിച്ച ജലന്ധരനെ നന്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശിവഭഗവാൻ ചെന്ന് കുറേ ഉപദേശിച്ചു. അപ്പോൾ പരസ്യമായിട്ട് അധിക്ഷേപിക്കുകയാണ് ചെയ്തത്. തൻ്റെ സ്വന്തം അച്ഛനെ ആയ ശിവനെ പരസ്യമായിട്ട് അധിക്ഷേപിച്ചു. അപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കര മഹാദേവന് ജലന്ധരനെ വധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതായി. അപ്പോൾ യുദ്ധവേളയിൽ ആ ജലന്ധരൻ മഹാദേവൻ്റെ വേഷം പൂണ്ട്. അതായത് ഈ മായാജാലങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള അസുരന്മാരാണ്. ഏത് അസുരന്മാരായാലും അവർക്ക് മായാജാലമാണ് ഏറ്റവും കൂടുതലുണ്ടാവുക. അങ്ങനെ ആ ഒരു സമയത്ത് യുദ്ധം ചെയ്യുന്നതിൻ്റെ ഇടയിൽ നേരെ മഹാദേവൻ്റെ വേഷം പൂണ്ട് പാർവതീദേവിയുടെ അടുത്തേക്ക് ചെന്നു. പാർവതീദേവിയെ പ്രാപിക്കണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട്. അപ്പോൾ
എന്നിട്ട് അവിടെ ചെന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ ഞാൻ ജലന്ധരനെ വധിച്ചു എന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ ദേവിക്ക് അപ്പം തന്നെ സംശയം തോന്നി, തൻ്റെ മുന്നിൽ നിൽക്കുന്നത് ആ വേഷം മാറി വന്ന ജലന്ധരനാണ് എന്ന്. അപ്പോൾ ദേവി തൻ്റെ ആ യഥാർത്ഥ രൂപം, ആ വലിയ ആ രൂപം ഇങ്ങോട്ട് കാണിച്ചു കൊടുത്തപ്പോൾ ജലന്ധരൻ പേടിച്ചു. അങ്ങനെ പേടിച്ച് ഓടി വന്നു. അപ്പോൾ തൻ്റെ മുന്നിൽ മഹാദേവനായിട്ട് വന്ന് നിൽക്കാൻ മുതിർന്നതിന് പാർവതി വിഷ്ണു ഭഗവാനെ അറിയിച്ചു. കാരണം ഇനി ജലന്ധരനെ വെച്ചുകൊണ്ടിരുന്ന ശരിയല്ല എന്നുള്ള കാര്യം. അപ്പോൾ വിഷ്ണുവിന് എന്താ വെച്ചാൽ പാർവതി എന്ന് പറഞ്ഞ സഹോദരിയാണ്. സഹോദരി പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കണമല്ലോ. പക്ഷേ ജലന്ധരൻ്റെ പത്നി പതിവ്രതയായ വൃന്ദയാണ്, തൻ്റെ ഭക്തയാണ്. ഓരോ പ്രാവശ്യവും ജലന്ധര യുദ്ധത്തിൽ വൃന്ദ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിച്ച് കവചം നേടിക്കൊടുക്കാറുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ പാർവതി ദേവി ആണെങ്കിൽ ഭയങ്കര ദുഃഖിതയായി. എന്താ ഇപ്പോൾ ചെയ്യുക, ഏട്ടൻ ഇങ്ങനെയും ഒരു അനുഗ്രഹം കൊടുത്തു, ഞാനിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് അവിടെ കരഞ്ഞു. ആ സമയത്ത് വിഷ്ണു വീണ്ടും ശരി ഞാൻ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഭൂമിയിൽ പൂജയിലായിരുന്ന വൃന്ദയുടെ മുന്നിൽ വിഷ്ണു ഭഗവാന് ജലന്ധരൻ്റെ വേഷത്തിൽ ചെന്ന് താൻ മഹാദേവനെ വധിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു സന്തോഷം പ്രകടിപ്പിച്ചു. താൻ മഹാദേവനെ വധിച്ചു, ഇനി ഏറ്റവും വലിയ ഇനി ആരും പേടിക്കാനില്ല എന്നൊക്കെ പറയുന്ന ആ ജലന്ധരൻ്റെ ശബ്ദത്തിലും രൂപത്തിലുമൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഭഗവാനെ, അതായത് ഭഗവാനല്ല ആ ജലന്ധരനെ ആ വൃന്ദ സ്പർശിച്ചു. അങ്ങനെ വന്ന് കെട്ടിപ്പിടിച്ചു. ആ കെട്ടിപ്പിടിച്ചപ്പോൾ അന്യ പുരുഷനെ കെട്ടിപ്പിടിച്ചാൽ ആ പാതിവൃത്യം പോവും. അപ്പോൾ അതാണ്, അതിന് വേണ്ടിയിട്ടാണ് ആ മഹാവിഷ്ണു അത് ചെയ്തതും. പക്ഷേ വന്ന് കെട്ടിപ്പിടിച്ചപ്പോഴേക്ക് തന്നെ വൃന്ദയ്ക്ക് മനസ്സിലായി ഇത് തൻ്റെ പതിയല്ല, തൻ്റെ ആത്മദൈവമായ മഹാവിഷ്ണുവാണ് എന്ന്. പക്ഷേ എന്തിനായാലും ഇത് ചെയ്തത് തെറ്റാണല്ലോ. അപ്പോൾ ആ ദേഷ്യത്തിൽ ഒരു കല്ലായി പോട്ടെ എന്ന് പറഞ്ഞു. ആരെ ശപിക്കണേ? തന്നെ ഏറ്റവും കൂടുതൽ വലിയ ബഹുമാനത്തോട് കൂടിയിട്ടും ആരാധനയോട് കൂടിയിട്ടും നോക്കുന്ന ആ മഹാവിഷ്ണുവിനെയാണ് ശപിച്ചത്. ആ ശാപത്തിൻ്റെ ആ ഒരു ഇതിൽ അവിടുത്തെ വൃന്ദ അങ്ങനെ മരണപ്പെടുകയാണ്. അതായത് ആത്മാഹുതി ചെയ്യുകയാണ്. താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന തൻ്റെ ഭഗവാനെ ശപിച്ചതിനുള്ള ആ ഒരു ഇതിൽ എന്താ പറയുക, അത്രയ്ക്കും വിഷമഘട്ടത്തിൽ. അപ്പോഴേക്കും ജലന്ധരൻ്റെ തല വന്നിട്ട് വൃന്ദയുടെ മടിയിലേക്ക് എത്തി. അപ്പോൾ അത് കണ്ടപ്പോൾ അലറി വിളിച്ചിട്ടാണ് പറയണത്. കാരണം തൻ്റെ ഭർത്താവ്, തൻ്റെ പതി, ആര് തന്നെ ആയാലും തൻ്റെ പതിക്ക് അത്രയ്ക്കും ആ ഒരു സ്നേഹം കൊടുത്തിട്ടാണ്. അപ്പോൾ മഹാവിഷ്ണുവിനെ ഒരു ശാപം എങ്ങനെയായി, താൻ കല്ലായി പോട്ടെ എന്ന് പറഞ്ഞു. അതായത് മഹാവിഷ്ണു കല്ലായി പോട്ടെ എന്നും, അതുപോലെ തൻ്റെ അതായത് താൻ അനുഭവിക്കുന്ന ദുഃഖം അത് വിഷ്ണുവും അനുഭവിക്കണം എന്ന്. അതായത് പതിയെ പിരിഞ്ഞിട്ടോ അല്ലെങ്കിൽ പത്നിയെ പിരിഞ്ഞിട്ടോ ഇരിക്കേണ്ടി വരും എന്നുള്ളത്, അത് നിർബന്ധമായിട്ടും ചെയ്യേണ്ടി വരും എന്ന് അങ്ങനെ ശപിച്ച് വൃന്ദ അങ്ങനെ ജീവനൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ജീവനൊടുക്കുമ്പോൾ മഹാവിഷ്ണു സാളഗ്രാമമായി, അതായത് അവിടുത്തെ കല്ല് ആ ഗണ്ഡക നദിയിലെ സാളഗ്രാമമായിട്ട് മഹാവിഷ്ണു മാറി. പകരം ആ വൃന്ദയോട് പറയുകയാണ്, തൻ്റെ അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്തിയായിരുന്നു വൃന്ദ. അപ്പോൾ ആ വൃന്ദയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു വെച്ചാലും അതിന് തൻ്റെ പൂജകൾക്ക്, ഏത് പൂജകൾക്കായാലും തനിക്ക് ഏറ്റവും ഇഷ്ടമായ തുളസിയായിട്ട് വൃന്ദ മാറും. ഇനി തൻ്റെ ഏത് പൂജകൾക്കും തുളസി ആയിട്ട് വൃന്ദ മാറും. ആ വൃന്ദയെ ഉപയോഗിക്കും, ആ തുളസിയെ ഉപയോഗിക്കും എന്നുള്ള ഭഗവാന്റെ അനുഗ്രഹം കൊടുത്തു. അതായത് തൻ്റെ പൂജയിൽ, മഹാവിഷ്ണുവിനെ പൂജിക്കുന്നതിൽ തുളസി ഉണ്ടെങ്കിൽ മാത്രമേ ആ പൂജ പൂർത്തിയാവൂ എന്ന് കൂടി അനുഗ്രഹിച്ചു. ഈ വൃന്ദയുടെ ആ ഒരു ശാപം, ആ ശാപമാണ് മഹാവിഷ്ണു ശ്രീരാമ അവതാരത്തിൽ പത്നിയെ പിരിഞ്ഞ് ജീവിക്കേണ്ടി വന്നത് എന്ന് കൂടി പറയുന്നു.
ഇതുകൂടാതെ മറ്റൊരു കഥ എന്താ വെച്ചാൽ ഈ ആ കഥയും വിഷ്ണുവിനെ സംബന്ധിച്ച് തന്നെയാണ്. അതായത് അസുരന്മാരും ദേവന്മാരും അമൃത് കടയുമ്പോൾ മോഹിനി വേഷത്തിൽ അമൃത് തിരിച്ചു വാങ്ങിയില്ലേ, അത് കണ്ടപ്പോൾ മഹാദേവനും മോഹിനി രൂപം കൂടി, അതായത് വിഷ്ണുവും കൂടി ഒന്നിക്കാൻ വേണ്ടി ഒന്നിച്ച സമയത്ത് വിഷ്ണു ഛർദ്ദിക്കുകയും ആ ഛർദി ഗണ്ഡകി നദിയായിട്ട് ഉത്ഭവിക്കുകയും ചെയ്തു. അപ്പോൾ അതിൽ രൂപാന്തരപ്പെട്ടതാണ് സാളഗ്രാമ ശില എന്നാണ് ഒരു കഥ പറയുന്നത്. ഏത് കഥയാണെങ്കിലും മഹാവിഷ്ണുവിൻ്റെ ചൈതന്യമാണ് അതിലുള്ളത്. പിന്നെ ഇതിൽ മറ്റൊരു നമുക്ക് കേൾക്കാൻ പറ്റുന്നൊരു ഇതെന്താണെന്ന് വെച്ചാൽ, ഈ സാളഗ്രാമം നമ്മുടെ വീടുകളിൽ വെച്ച് പൂജിച്ചാട്ടെ കറക്റ്റായ പൂജ ചെയ്തില്ലെങ്കിൽ ആ അടുത്ത ജന്മത്തിൽ നമ്മൾ പത്നീവിരഹം അല്ലെങ്കിൽ പതിവിരഹം അനുഭവപ്പെടേണ്ടി വരും. സ്ത്രീകൾക്ക് പൂജിക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ പത്നി ദുരിതം, പത്നി വിരഹമൊക്കെ അനുഭവിക്കേണ്ടി വരും നേരായ മാർഗത്തിൽ പൂജിച്ചില്ലെങ്കിൽ സാളഗ്രാമത്തെ എന്നുകൂടി ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ആ മഹാവിഷ്ണുവിൻ്റെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ.